സ്കൂൾ ടൈം ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് സ്കൂൾ ബസ്സാണ്. ചേട്ടൻ കയറുന്നില്ല, ബൈക്കുണ്ട്. സ്കൂൾ ബസ് ഓൾമോസ്റ്റ് ഒരു 50 സ്പീഡിലൊക്കെ പോകുന്നു. നമുക്ക് ഈ പിന്നെ തോപ്പിച്ചാലോ? അടുത്ത ചാൻസ് കിട്ടുമ്പോൾ ഓവർടേക്കണം, അല്ലാതെ ഓവർടേക്കാൻ പറ്റത്തില്ല. ചിലവ് പറയാത്ത മഴ ഉളഞ്ഞു പോയിരിക്കും, പക്ഷേ ചാൻസ് എപ്പോഴാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇതൊരു ചാൻസാണ് ഓവർടേക്കാൻ പറ്റും, ഓവർടേക്കാൻ പറ്റും. നോക്കിയിരുന്ന് ഓവർടേക്കാൻ പറ്റത്തില്ല. എടുക്കുന്ന സൗണ്ട് ഉണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 2 RPM അടുപ്പ് പോകുമ്പോഴത്തേക്കൊരു എന്ന് പറഞ്ഞൊരു എയർ എടുക്കുന്ന സൗണ്ട്. അത്ര സൗണ്ട് ഇത്രയും ടോർബിൽ ഇത്ര സൗണ്ട് ഇല്ലാത്തതാണ്. 1.5 TDC ആണ്, ടോബോ ആണ്. എന്നിട്ടും നമ്മുടെ ഈ വിക്കാരൻ ഇഷ്ടപ്പെട്ടതൊന്നും ഓവർടേക്ക് പറയാതിട്ടുണ്ട്. സാരില്ല, ഫുൾ ഓഫ് സ്കൂൾ ടൈമാണ്. സോ ഫുൾ സ്കൂൾ വണ്ടികളും പിള്ളേരുണ്ടാവും. ഒന്ന് നോക്കണം, പിള്ളേരൊക്കെ റോഡിലിപ്പുണ്ടാവും, പിള്ളേരെ കമനറുണ്ടാവും, അങ്ങനെ പല ആൾക്കാരുണ്ടാവും. സോ നമ്മൾ അത് ഇത്തിരി കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ പണി പാടും. റോഡിൽ കണ്ടു വെച്ചിട്ടുണ്ട്. ജംഗ്ഷൻ കൈൻഡ് ഓഫ് സ്റ്റഫ് ആയിട്ട് ഓവർടേക്കിംഗ് മാക്സിമം ഒഴിവാക്കുക. ബിക്കോസ് ആര് വേണേൽ എപ്പോൾ വേണേൽ ചാടാം, വണ്ടി വളയ്ക്കാം, ആള് വരാം. സോ ബെറ്റർ ടു അവോയ്ഡ്. ഒരു ചാൻസ് വരും, വിൽ ഗെറ്റ് ചാൻസ്. പിന്നെ പുള്ളിയും ഈസ് ക്രൂസിങ് അറൗണ്ട് 50-53 റൈറ്റ്. സോ ആവറേജ് സ്പീഡ്, മോഡറേറ്റ് സ്പീഡ് ആണ് ഈസി. പിന്നെ പിള്ളേരൊക്കെ വണ്ടി നിർത്തുമായിരിക്കും. പിള്ളേരുടെ വണ്ടിയാണോ ഇത്? വല്ലെന്ന് തോന്നുന്നു. മൈ ബാഡ്, ദിസ് ഈസ് നോട്ട് സ്കൂൾ ബസ്. പുള്ളി നല്ല ചവിട്ടി വിടല. മീൻസ് ചവിട്ടി വിടുന്ന സെൻസ് ലൈക്ക് വളവിലാമിൽ വാ, ലെറ്റ്സ് ഗോ. ട്രാഫിക് തുടങ്ങും. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇൻ ബിറ്റ്വീൻ മാത്രം. കുറച്ച് കഴിയുമ്പോൾ ദ റിയൽ ട്രാഫിക് ബിഗിൻസ്. നല്ല വളവാണ്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ബൈക്കും കൊണ്ട് വച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, കറക്റ്റ് വണ്ടി വളഞ്ഞു വരുമ്പോൾ ബൈക്ക് ഇരിക്കുന്നു. ആലോചിച്ച് നോക്കി, നമ്മൾ കറക്റ്റ് വളച്ച് നമുക്ക് അറിയുന്നില്ലല്ലോ, നമ്മൾ വളച്ച് അവിടെ എത്തുമ്പോൾ അതേ നിൽക്കുന്ന ഒരു ബൈക്ക്. ജഡ്ജിങ് എല്ലാം തെറ്റിപ്പോയില്ലേ? കറക്റ്റ് സ്ഥലത്താ പാർക്ക് ചെയ്യുന്ന എല്ലാവരും. പട്ടി പട്ടി പട്ടിയെ തട്ടിയാലും പാടല്ലേ, പാവം പട്ടി.
യെസ്. ശരിക്കും ഈ റോഡിലൊക്കെ ഒരു തേർഡ് ഫോർത്ത് അതിൽ കൂടുതലൊരു ഗിയറില്ല ഓവർടേക്ക് ചെയ്തത്. പക്ഷെ അതാ ശരിക്കും നല്ലത്, തേർഡ് ഫോർത്ത് ഗിയറാണ് നല്ലത്. തേർഡ് നമുക്ക് അത്യാവശ്യം പവറുണ്ട് ഓവർടേക്ക് ചെയ്യാൻ. അത് ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഫോർത്ത് വിടാം, കുഴപ്പമില്ല. അത് ഇനിയാണ് നമ്മളിപ്പോൾ റോഡിലൊന്ന് കയറും. അവിടെ തൊട്ടാണ് ഇനി ട്രാഫിക് തുടങ്ങുന്നത്. എല്ലാം ആ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഹൈവേയിൽ. ഇതെല്ലാം എന്താ പറയുക, ബൈ റോഡുകളാണ്. അതാണ് ഈ പ്രശ്നത്തിന് മെയിൻ റോഡ്. അതിനൊക്കെ മെയിൻ റോഡാണ്, ബട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹൈവേ ആയതുകൊണ്ട് ഇത് അത്ര യൂസ് ഇല്ല. ബട്ട് നൗ എല്ലാ വണ്ടികളും ഇവിടെ പറയുന്നത്, അതുകൊണ്ട് നല്ല യൂസാണ്. ഇതിൻ്റെ ഈ റോഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചില കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം കൈൻഡ് ഓഫ് ചെറിയ റോഡുകളാണ്, വളവുകളാണ്. പ്ലസ് നോക്കാം, തെണ്ടി പോയില്ലേ. ഞാൻ പറഞ്ഞില്ലേ ബാക്കി ജസ്റ്റ് രക്ഷപ്പെട്ടു. സമയം 8 മണിയായി. ഓൾമോസ്റ്റ് ട്രാഫിക്കിൻ്റെ പീക്ക് ടൈമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ബസ് പോകും, അപ്പോഴാണ് അടുത്ത പ്രശ്നം. ട്രാഫിക് കുറച്ചുകൂടെ ഒരു ടൈറ്റ് ആവുന്നു. ബസ്സുകാരും അതൊക്കെ ലൈൻ ബസ്സാണല്ലോ, അല്ലാതെ സ്പീഡിൽ പോകുന്ന ബസ്സാണ്, ലൈൻ ബസ്സാണ്. സോ അവർക്ക് അവരുടെ ടൈമിൽ അതൊക്കെ പോയാൽ മതി. സോ ബാക്കി ട്രാഫിക് മൊത്തം അവർ നിർത്തും, വേറെ വണ്ടിക്ക് ഓവർടേക്കാൻ പറ്റില്ല. സോ ആ കൈൻഡ് ഓഫ് ഡിപ്പെൻഡൻസീസ് ഒരുപാടുണ്ട്. ഇങ്ങനത്തെ റോഡാണ് ഇത് കണ്ടത്. ബസ് നിർത്തുന്ന റോഡിലെ കാര്യം, വേറെ നിർത്താൻ സ്ഥലമില്ല ബസ്സിന്. റോഡിലല്ലാതെ ബസ് സ്റ്റോപ്പ് നിർത്താൻ വേറെ സ്ഥലമില്ല. സോ ബസ് അവിടെ നിർത്തും. അതുകൊണ്ട് എന്ത് പറ്റും, ഫുൾ റോഡ് ബ്ലോക്ക് ആവും. പക്ഷെ എന്നാലും മറ്റേ ഓട്ടോയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, KSRTC ഉണ്ട്, പിന്നാലുള്ള ഇത് ലോറി ഉണ്ട്, അതൊരു സ്കൂൾ ബസ് ഉണ്ട്, ലോറി ഉണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പം പിന്നെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഹൈവേ കയറുന്നവരെ സെയിം സിറ്റുവേഷൻ. ഓവർടേക്ക് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ അല്ല, കുറച്ച് മാന്യമായിട്ട് ഓവർടേക്ക് ചെയ്യണം. പക്ഷേ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ഓടിക്കുമ്പോൾ പ്രശ്നം നമ്മുടെ ബോഡിയിൽ തന്നെ, ഐ മീൻ കണ്ണിരിക്കുന്നത് വണ്ടി അവിടെയാണ്, പക്ഷേ ടേയിലിരിക്കുന്നത് ഇവിടെയാണ്. ഗ്യാപ്പാണ്. ബൈക്കാരെ പോയാൽ ഇതൊക്കെ മറ്റേ ബൈക്കാരും ഗ്യാപ്പ്. ലോറിക്കാരെ നല്ലൊരു ഡ്രൈവറാണ്. പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഓവർടേക്ക് ചെയ്ത പുള്ളി നൈസായിട്ട് നിർത്തി തന്നു. മീൻസ് ഇത്തിരി സ്ലോ ചെയ്തു, നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്താൽ നമ്മൾ കയറി പോകും. സ്ഥലമുണ്ട്. ശരിയാണ്. ഇവിടെ ഈ KSRTC റോഡ് നടക്കുന്ന നിർത്തുള്ളൂ. പിന്നെ ഈ ബസ് പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓവർടേക്ക് ചെയ്തില്ല, കാര്യം റോഡ് ചെറുതാണ്. ഈ ബസ് ഓവർടേക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. സോ ബ്ലോക്ക് ആയിരിക്കും. നോക്കട്ടെ, അല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടും. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇതിനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു KSRTC കയറിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും. നോക്കാം, എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ. വളവാണ്, രക്ഷയില്ല. വളവിലൊന്നും ഓവർടേക്ക് ചെയ്തിട്ട് പോകും.
അതും പ്രൊവൈഡഡ്. അവിടുന്ന് വണ്ടി വന്നില്ലെങ്കിൽ അല്ലാതൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. ഇല്ല, ഗുഡ് ചാൻസ്, ബട്ട് ഒന്നും കാണുന്നില്ല. അതൊരു നല്ല റോഡാണ്, അവന് കുറച്ചൊരു നേരിയ സ്ട്രെച്ച് ഉണ്ട്. ഇതിന് വണ്ടി വന്നില്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് സ്ട്രെച്ച്. ഇല്ലെങ്കിൽ ഇല്ല, പ്രൈവറ്റ് ബസ് ഉള്ളതുകൊണ്ട് എന്തായാലും നിറച്ച് വണ്ടിയായിരിക്കും പുറകെ. അതുകൊണ്ട് അവിടെ ഓവർടേക്ക് ചെയ്യുന്നുള്ള ആ ഒരു ഐഡിയ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അയ്യോ സോറി കേട്ടോ, എനിക്ക് വഴി മാറിയപ്പോൾ അതൊരു വളമാണ്. ചിലപ്പോൾ നോക്കാതെ നമ്മൾ കയറി വന്നില്ല, നമ്മളെപ്പോഴും നോക്കിയിട്ട് കയറും. എപ്പോഴും എന്താണ് നോക്കി സെറ്റാക്കിയിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ പണി കിട്ടും. നല്ലൊരു വളമാണ്. പിന്നെ എപ്പോഴും നമ്മൾ അറിയുന്ന റോഡിൽ നന്നായിട്ട് ഓടിക്കുക. മീൻസ് അറിയാത്ത റോഡാണെങ്കിൽ നമ്മൾ പതുക്കെ ഓടിക്കുക. മുമ്പിലുള്ള വണ്ടി നോക്കുക. മുമ്പിലുള്ള വണ്ടിക്കാരൻ ഒരു കുഴിയാണെങ്കിൽ തന്നെ അവൻ ആദ്യം വീണോളും. ഈ അഞ്ചിൽ അനലസം കണ്ടില്ലെങ്കിൽ അല്ല അവൻ ബ്രേക്ക് പിടിച്ചോളും. അവൻ ബ്രേക്ക് പിടിച്ചാൽ മനസ്സിലാവും അവിടെ എന്തോ കുഴിയുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ നമുക്ക് മനസ്സിലാവും. ടിക്കറ്റ് എങ്ങോട്ട് പോകാനാണ്? കയറാനാണോ എന്താ ഉദ്ദേശിക്കുന്നത്? ഓ ഭാഗ്യം, അത് അങ്ങോട്ട് പോയി. നമ്മളും KSRTC മാത്രം. ഓക്കെ, നന്ദി. KSRTC അമൃത ആശുപത്രികൾ വണ്ടിയാണോ? പൂച്ചാക്കം സംതിങ് അമൃത ആശുപത്രി. ഈ ബൈക്കാരുണ്ട്, ഇവർ ഇടത്തോട് കയറിയിട്ട് വലത്തോട് വെട്ടിക്കും. എന്താണ് ഇവരുടെ മെയിൻ ഹോബി. കയറി പോയാൽ സന്തോഷത്തേക്കാണ്. ഇടത്തുനിന്ന് കയറിയേ നമ്മുടെ വലത്തോട്ട് വരും. പോകണ്ടേ, സൂക്ഷിക്കണം ഇങ്ങനെ ഓടിക്കുമ്പോൾ. അതാണ് ഒരു കൺസേൺ. എന്നാലും ടച്ച് ഉണ്ട് അവിടെ. ഓവർടേക്ക് ചെയ്യാൻ ഈ തെണ്ടിയുടെ സമ്മതിച്ച് ഓവർടേക്ക് ചെയ്യാൻ. കണ്ടോ, ഇവർ സമ്മതിച്ചില്ല. ഇവർ മുമ്പ് വട്ടം കയറി നിന്നു. ഇതാ പ്രശ്നം. നമ്മൾ ഓവർടേക്ക് നിൽക്കുമ്പോഴേക്കും ഇവന്മാർ കയറി വട്ടം നിൽക്കും. ഇവന്മാർക്ക് പക്ഷേ സുഖം, നിർത്തുമ്പോൾ 3 മതി കയറി കൊണ്ടുപോകും, പ്രശ്നമില്ല. ബൈക്കല്ലേ, ഇവർക്ക് വേണം സുഖമായിട്ട് കയറിപ്പോകും. അല്ലാതെ കയറുന്ന ബൈക്കൊക്കെ സുഖമായിട്ട് കയറിപ്പോട്ടെ. ഒരു ബൈക്ക് നമ്മുടെ പുറകെ ഒരു ഡോമിനാർ വന്നോ ആണോ എന്തോ ഒരു ഐറ്റം ബൈക്കിൻ്റെ പുറകിലുണ്ട്, കാണാൻ വയ്യ. സ്ഥലം റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ അപ്പം തന്നെ മാറി കൊടുക്കും. അതിന് സ്ഥലം ഉണ്ടെങ്കിൽ വേറെ സ്ഥലമില്ല. സോറി, ഡോമിനാറൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാൻഡ് ഗാർഡ് വെച്ചുകൊണ്ട് തോന്നി. അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ വണ്ടിയുടെ. പിന്നെ ഗ്ലാസ് മറന്നുപോയി. പണ്ടത്തെ കാലത്തെല്ലാം ക്രേസ് ബൈക്കായിരുന്നു നമ്മുടെ ഡ്രീം. ഞാൻ 220 അന്നത്തെ പൾസർ 220 ബുക്ക് ചെയ്തത്.